Hi friends, all കൂട്ടുകാരും ഗാലറി വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പൈമാരൊക്കെ ആയിട്ട് ചെറിയ ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കൊടൈക്കനാലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു പകലും 2 രാത്രിയാണ് പോകുന്നത്. അപ്പോൾ സമയം 12 മണി ആയിരിക്കും. അപ്പോൾ 12 മണിക്കാണ് പോകുന്നത്. രാത്രി 12 മണിക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കിയൊക്കെ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് എൻട്രി കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു കിടിക്കാച്ച വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം. അങ്ങനെ കുറച്ച് കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ട്രാവലറിലാണ് പോണത്. ഇപ്പോൾ ടൈം ഏകദേശം രാത്രി 12:45 ഇത് പുലർച്ചയ്ക്ക് ആയിട്ടാണ് അവിടെ എത്തുക. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. നല്ല ഹാപ്പിയിലാണ് എല്ലാവരും. അപ്പോൾ നല്ല നല്ല ഭാഗങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ടാവും. മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted. You've been gifted with the evil. Got me coming back for more, even when a few moments later. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കൊടൈക്കനാലിലേക്ക് കയറി പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു കാഴ്ച കേട്ടോ. ആ കുന്നിൻ ചെരുവിലാണ് ഈ കണ്ട ബിൽഡിങ്ങുകൾ മൊത്തം പണിതിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ബാക്കിയുള്ള വിഷനും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഒന്ന് നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഫുഡിൻ്റെ റിവ്യൂ ഒന്ന് ചെറുതായിട്ട് കേട്ടോക്കാം. ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടല്ലോ. പിന്നെ ഫുഡ് ഒരു രക്ഷയില്ല. ഈ ചട്നി അല്ലേ, ചട്നിയും ആ സാമ്പാറും നന്നായിട്ടുണ്ട്. കഴിക്കുമ്പോ ചട്നിയുടെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ, ഒരു ഭയങ്കര ടേസ്റ്റാണ്. ഈ ഇതിനുള്ള പരിപ്പും വീഡിയോയിലൊന്നും കണ്ടില്ലെങ്കിലുണ്ടോ. ഇതിനുള്ള മസാല ഇല്ലേ, മസാല ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് സ്പൈസിയാണ്. ഇതിന് 1000 പേരെങ്ങാനും ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് ട്രീറ്റ് കിട്ടാം. 1000 പേരായി കഴിഞ്ഞാൽ കേക്ക് മുറി ഉണ്ട്. എടുത്തോ ഈ അങ്ങനെ പോണ് കാണാൻ ഇപ്പൊ സമയം ഏകദേശം ഒരു 6:15 ആയിരിക്കണം. 6:15 രാവിലെ നേരത്തിനോട് എത്തിയിരിക്കുക. നല്ല തണുപ്പാണ് കേട്ടോ. എന്താ വരുന്നേ? കൊല്ലിയാണത്
ഏറ്റവും പറഞ്ഞ ഒരു ഫോട്ടോ എടുത്തിട്ട് താറാവിന്റെ കുട്ടി അത് ഇതാടാ, കിളിയാണത്. അത് മിനി ബോട്ടാടാ. അങ്ങനെ നമ്മളൊരു കാട്ടുപോത്തിനെ കണ്ടിരിക്കുകയാണ്. നല്ല വലിയ കാട്ടുപോത്ത്. പോകാതിങ്ക പറയുന്നു. ഇത്രയും അടുത്തുനിന്ന് ഒരു കാട്ടുപോത്തിനെ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇനി കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും ചെയ്യാതിരുന്നാ മതി. അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. പേടിയില്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് കൊടൈക്കനാലിലെ ആദ്യത്തെ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് മ്യൂർ പോയിന്റ് എന്നാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരിനെ കുറിച്ചൊക്കെ ഒരുപാട് ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കില്ല. നമ്മൾ വരുന്നവർക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെയും കൂടി വന്ന് സന്ദർശിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ ഞങ്ങൾ വന്ന ടൈം അത്യാവശ്യം മഞ്ഞ് മൂടിയ കാരണം ക്യാമറ വീഡിയോയിൽ അത്ര വിസിബിൾ അല്ല. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് തന്നെ 10 രൂപയാണ്. ഞങ്ങൾ 17 പേരുണ്ടായിരുന്നു. അതാണ് 170 രൂപ കാണിക്കണേ. ഒന്നും കാണില്ലല്ലോ, കോട കുറച്ച് കൂടി പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൊടൈക്കനാലിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു റിസോർട്ടിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത് വേറെ റിസോർട്ടായിരുന്നു. അവിടെ രാത്രിയിൽ ക്യാമ്പ് ഫയർ ഒക്കെ നടത്താൻ വേണ്ടിയിരുന്നു ആ റിസോർട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത്. പക്ഷേ ഇവിടെ ക്യാമ്പ് ഫയർ നടത്താൻ പറ്റിയില്ല എന്നുള്ളൂ. എന്നാലും ഇവിടെ പാട്ടൊക്കെ പാടി ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് പോയത്. പണ്ടേ ഞാനൊരു പാട്ടൊന്ന് പാടടി കറുപ്പി അതിക്കുള്ള കാലത്തിനയില കള്ള് കുടിക്കുമ്പോ പടകഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ വെള്ളം തേവണം കള്ളിക്കുയിലേ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. നല്ലൊരു അടിച്ചുപൊളി വീഡിയോ ആയിരുന്നില്ലേ? വീഡിയോസ് കുറച്ച് ലെങ്ത് കൂടിയ കാരണം വീഡിയോസിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിലൊരു സ്ഥലം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന് ബട്ടൺ എനേബിൾ ചെയ്യുക.
എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഒരു തിര 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 ചെറുതിര തിര മറുതിര തിര കരയുടെ തിരമില്ല കടലിലെ കടച്ചിന് തിരയുടെ കടമില്ല കടയുടെ കടച്ചുള്ള തിരമില്ല കടയുടെ കടയുടെ